നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്നത്തെ കഥയൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ. എന്താണെങ്കിലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് കഥയൊക്കെ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന വേദയും നന്ദിനിയും അവരെല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നന്ദിനിയുടെ പ്രകടനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ ശ്രീജയോട് ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി ശ്രീജയടുത്തി ഈ നന്ദിനി അടുത്തേക്കെന്ന് ചോദിക്കണം. അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, അതെന്താ വേദ, നീ എന്നെ കളിയാക്കണോ? ഞാൻ നിനക്ക് ചായയൊക്കെ കൊണ്ടു തന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുക. ചായയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം. മാറ്റോ? എനിക്കങ്ങനെ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. അതല്ല, എനിക്ക് ഇന്ന് വരെ ഇങ്ങനെ ചായയൊന്നും എടുത്ത് തന്നിട്ടില്ലല്ലോ. പിന്നെ എനിക്കായിട്ട് എന്തോ സ്പെഷ്യലായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടോ. അതോ? അത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വേദയും ശ്രീജയടുത്തിയൊക്കെ കുറ്റപ്പെടുത്തിയില്ലേ, അപ്പം അതിൻ്റെ ഒരു പശ്ചാത്താപമായിട്ട് ഒരു പരിഹാരമായിട്ടൊന്ന് കൂട്ടിയാൽ മതി. ഓ അങ്ങനെ, അല്ലാതെ വേറെ ദുരുദ്ദേശമൊന്നും ഇല്ലല്ലോ. എന്ത് ദുരുദ്ദേശം? എനിക്ക് തോന്നി എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന്. അതുകൊണ്ട് മാത്രം. അതേപോലും വേദയുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ നല്ല പിള്ള ചമയുന്നതെന്നുള്ള കാര്യം നന്ദിനിക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നന്ദിനി വേദയുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ വേദ ആരാ ബുദ്ധിമതി? നന്ദിനിയുടെ മനസ്സിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്നറിയാം. അതെന്താന്ന് അറിയുക തന്നെ കാര്യം. അതുകൊണ്ടാണ് തന്നോട് ഇത്ര അടുപ്പം കാണിച്ച് തൻ്റെ അരിയിലേക്ക് വന്നിരിക്കുന്നത്. നോക്കാം എവിടം വരെ പോകുന്ന. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം നന്ദിനി അടുത്ത് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യട്ടെ. പാവം ശ്രീജയടുത്തി ഇടയ്ക്കൊന്ന് സഹായിക്കുമെങ്കിലും ചെയ്യുമല്ലോ. ശ്രീജയോട് പറയുകയും ചെയ്തു, ഞാൻ എല്ലാത്തിനും കൂടാന്ന് പായിക്കാനൊക്കെ. അതൊരു അത്ഭുതം തന്നെയായിരുന്നു. വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആളാണ്. പോരാത്തതിന് അച്ഛമ്മ പോവുകയും കൂടെ ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുറിയിൽ നിന്ന് പോലും ഇറങ്ങേണ്ടതല്ല നന്ദിനി. ഫോണിലൊക്കെ നോക്കി കഴിക്കാൻ സമയമാകുമ്പോൾ വന്നിരുന്ന് കഴിച്ചിട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ കുറ്റം പറയാനായിട്ടായിരിക്കും വാ പൊളിക്കുന്നത്. അങ്ങനെയുള്ള സ്വഭാവമുള്ള നന്ദിനിക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം വരണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമല്ലോ. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ പിന്നീട് വാസവന് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വാസവൻ്റെ ഭാര്യ വാസവന് ആഹാരമൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ വാസൻ ചോദിച്ചു, അല്ല അവൻ കഴിച്ചോ, വരുണും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. അവൻ കഴിച്ചിട്ട് മുറിയിലേക്ക് പോയെന്ന് പറയാണ്. അങ്ങനെ വാസവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരൻ്റെ അമ്മ പറയണേ, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് വാസവനോട്. എന്താന്ന് ചോദിക്കുക. അല്ല എനിക്ക് വരുണിനെ കുറിച്ചാണ് പറയാനുള്ളത്. അവനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല അത് അവനൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വാസവന് പെട്ടെന്ന് കഴിപ്പൊക്കെ നിർത്തി. പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണെന്ന്? അതെ. ആഹാ, അത് കൊള്ളാലോ. ഏത് കുട്ടിയാ? വല്ല കുടുംബത്തെ കയറ്റാൻ കൊള്ളാമെന്ന് വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, അതെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. ക്ഷമയോടെ എന്താളും വാസവടം കേട്ടിരിക്കണമെന്ന് പറയാം. അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറ. അത് വേറെ ആരുമല്ല, വേദയുടെ അനുജത്തി ദീപ്തിയാന്ന് പറയണ. വേദയുടെ അനുജത്തിയോ? അതെ, ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മോളാന്ന് പറയണ. ഇത് കേട്ടപ്പോൾ വാസവൻ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ഭാര്യ വിജയെ. എന്നിട്ട് പറഞ്ഞു, നീ എന്തൊക്കെയായി പറയണേന്ന് ചോദിക്കുകയാണ്. ഞാൻ സത്യവാസവേട്ട പറയണേ, അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് മാത്രമല്ല അവന് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയില്ല എന്ന് തന്നെ കരുതാം. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആ മാറ്റത്തിലേക്ക് നയിച്ച ആ പെൺകുട്ടിയാണ് ദീപ്തി എന്ന് പറയണേ. അവൾ കാരണമാണ്. അല്ലെങ്കിൽ അവൻ്റെ ജീവിതം പോലും നമുക്ക് തിരികെ കിട്ടില്ലായിരുന്നു. അങ്ങനെ അവനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ? അവർ സന്തോഷമായിട്ട് ജീവിക്കില്ലേന്ന് ചോദിക്കുക. വാസവൻ പറഞ്ഞ ആ വിക്രം ഉണ്ടല്ലോ, അവൻ കാരണം എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. എന്നിട്ട് ഇപ്പം ഞാൻ ആ വേദയുടെ അനുജത്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ മോനെ കൊടുക്കണമല്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പം വിജു പറഞ്ഞു, അതെ ഇങ്ങനെയൊന്നും പറയല്ലോ ചേട്ടാ. അവനിപ്പോൾ ഒരു നല്ല സ്വഭാവമല്ലേ? നേരത്തെ അവൻ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് നടന്നല്ലേ. ഇപ്പോഴങ്ങനെയൊന്നുമല്ല. അവന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ ഈ വിവാഹം നമ്മളായിട്ട് മുൻകൈ എടുത്ത് നടത്തി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയത്തില്ല. ഞാൻ വരുണിനോട് സംസാരിച്ചിരുന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വരുണ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പം ദീപ്തിയെ നഷ്ടപ്പെടുമെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യാന്ന് പോലും അറിയത്തില്ല. അവനെ നമുക്ക് നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞു. വാസവനൊന്നും മിണ്ടിയില്ല. കഴിപ്പ് നിർത്തിയിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ബിജിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്താ കാര്യങ്ങളൊന്നും പറയാത്തെ? ഒരു പക്ഷേ ദേഷ്യമാണോ അതോ ഇനിയിപ്പം വേണ്ടെന്നാണോ ഒന്നും പറഞ്ഞിട്ടില്ല. വാസവൻ ഇങ്ങനെ പോയി ആലോചിക്കുവാണ്. ശ്രീകാന്തും വാസവനും കൂടെ കൂട്ടുകെട്ടാണ്. ഈ പറയുന്ന ശ്രീകാന്തിൻ്റെ പെങ്ങളാണ് ദീപ്തി. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പണിയാണോ വരുന്നതെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് ആലോചിച്ചും കണ്ടും വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നൊരു തീരുമാനത്തിൽ വാസവൻ എത്തുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തലകുനിക്ക് സമ്മതിക്കാനായിട്ട് വാസവൻ ഒരുക്കമായിരുന്നില്ല. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് വാസവൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതേ സമയത്ത് വേദയും വിക്രവും കൂടെ സംസാരിക്കുകയാണ്. അപ്പം വേദയോട് വിക്രം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാളെ ഞാൻ വരുണിനെ ഒന്ന് കണ്ട് സംസാരിക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പം
വേദ പറഞ്ഞു എന്ത് അല്ല അവനോട് സംസാരിക്കട്ടെ, അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണമല്ലോ. കാരണം അവന് ദീപ്തിയെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് അറിയണം. ഇനിയിപ്പോൾ അവൻ ചതിക്കുവാണോ അല്ലാത്തതാണോന്ന് അറിയത്തില്ലോ എന്ന് പറയണം. വേദ പറഞ്ഞ് ആയിക്കോട്ടെ, സംസാരിക്കാനൊക്കെ പോകുന്നുകൊള്ളാം, പക്ഷെ അതിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയണം. എന്ത് പ്രശ്നം? അല്ല വിക്രസ്വാമിയുടെ കാര്യം അറിയാവുന്നതാണ്ട മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക എന്നുള്ള കാര്യം ഓർമ്മ വേണം. അതെനിക്കറിയാം, മലയ്ക്ക് പോകാൻ മാലയിട്ടിരുന്നോണ്ടാണല്ലോ ഞാൻ അന്ന് ആരെ ആക്രമിക്കായിരുന്നേ, എന്നെ തല്ലിയിട്ട് പോലും ഞാൻ തല്ലുകൊണ്ട് നിന്നത്. അല്ലായിരുന്നെങ്കിൽ കാണിച്ചു കൊടുത്തേനം. ഇത് കേട്ടപ്പം വേദ പറഞ്ഞ അതെ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുമല്ലേ, ഈ സമയത്ത് വിക്രസ്വാമിക്ക് ഒരാപത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യും? അതെ തല്ലാനായിട്ട് ആരെങ്കിലും ഇനി വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ വിക്രസ്വാമിയെ ചേർത്ത് പിടിക്കും, ഒരു തല്ല് പോലും സ്വാമിയുടെ മേത്ത് കൊള്ളാതെ. ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രം ചോദിച്ചു, ഓ അങ്ങനെ നീ എന്നെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അതെ, ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ വിക്രസ്വാമിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന് പറയാം. അത് കേട്ടപ്പം വേദയെ വിക്രം ഇങ്ങനെ നോക്കുകയാണ്. കാരണം വേദയുടെ മനസ്സിലുള്ള ഇഷ്ടമാണ് ആ പുറത്ത് വന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലായി. വിക്രത്തിന് ഇഷ്ടമാണ്, അത് പക്ഷെ അങ്ങ് തുറന്നു സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഇഷ്ടമുണ്ട് പരസ്പരം, പക്ഷെ രണ്ടുപേരും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. വഴക്കോട് ടോം ആൻഡ് ജെറി നടത്തുകയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് പരസ്പരം വഴക്കുണ്ടാക്കിയാണ് അവരവരുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം വരുണിനെ കാണാനായിട്ട് വിക്രം ചെല്ലുന്നുണ്ട്. വിക്രം ചെന്ന് വരുണിനോട് ദീപ്തിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് വരുണുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ അന്ന് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു എനിക്കറിയാം. അന്നും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ ഞാൻ അടിമയായിരുന്നു. എനിക്ക് ആ പെൺകുട്ടിയോട് മാപ്പ് പറയണമെന്നൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ആ പെൺകുട്ടി തരുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാനായിട്ട് എനിക്ക് സമ്മതമാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ നിനക്ക് തീർന്നു. ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവൻ അന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിലോ നീ എന്ത് ചെയ്താനോ? നിനക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അന്ന് ബാലൻ സാറും ചേച്ചിയൊക്കെ വിഷമിച്ച് ഞാൻ കണ്ടതാ. അന്ന് നിനക്കിതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ആ അമ്മയുടെ അച്ഛൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിനക്കൊരു നിന്റെ പെങ്ങൾക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടാവണം, എങ്കിൽ മാത്രം നിനക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും വരും പറഞ്ഞ് എനിക്ക് മനസ്സിലാവും വിക്രമേട്ട ഇപ്പം. കാരണം അന്ന് എനിക്ക് അറിവില്ലാതെ എന്തൊക്കെയോ ചെയ്തു പോയതാ. ഞാൻ ഉപയോഗിച്ചിരുന്ന മയക്കുമരുന്നാ എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചേ. പക്ഷെ ഇപ്പം എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ദീപ്തിയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ ദീപ്തിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നല്ല, ദീപ്തി എൻ്റെ അടുത്തേക്ക് വന്ന ദീപ്തി തന്നെ എനിക്കിഷ്ടമാണ്. ഇനിയിപ്പം ദീപ്തിയുടെ മനസ്സ് മാറുമെങ്കിൽ നിങ്ങൾക്ക് അവളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറ്റിയെടുത്തോ, ഞാൻ പിന്നെ വാങ്ങിക്കോളാം, എന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ വിക്രമേട്ടൻ ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, തല്ലണമെങ്കിൽ തല്ല, എന്ത് വേണം ചെയ്യാം, അതെല്ലാം ഞാൻ സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. വിക്രത്തിന് അനുഭവം തോന്നി ഈ വരുണിൻ്റെ ഈ മാറ്റം കണ്ടിട്ട്. ഇത് ശരിക്കുള്ള മാറ്റമാണോ എന്ന് പോലും വിക്രം ഒരു നിമിഷം അമ്പരന്ന് പോയി. ഇങ്ങനെ മനുഷ്യൻ പെട്ടെന്ന് മാറുമോ? ഒരുപക്ഷെ അവന് ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ മാറിയത്. തല്ലിച്ചത് ശരിക്കും മരിക്കാറായിട്ടിരുന്നാണ് വരുണിനെ. പിന്നീട് വരും പറഞ്ഞു, വിക്രമേട്ടൻ കാരണം ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നേ. ഒരുപക്ഷെ അന്ന് എന്നെ അങ്ങനെയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ പഴയ സ്വഭാവത്തിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരിക്കലും ഞാൻ നന്നാവില്ലായിരുന്നു. എനിക്കറിയാം, ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛനാണെങ്കിലും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ്റെ സ്വഭാവങ്ങളിൽ അറിയാലോ. ഇനി ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതൊക്കെ ശ്രീകാന്ത് കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് ചില സംശയങ്ങളൊക്കെ. ഓഹോ, അപ്പോൾ വരുണും വിക്രം തമ്മിൽ അടുപ്പമുണ്ട്. അവനായിരിക്കും ചിലപ്പോൾ ഇവനെ ദീപ്തിയും തമ്മിൽ അടുപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു പണി വെക്കണമല്ലോ എന്ന് തീരുമാനിച്ച് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ്. പിന്നീട് ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് വർഷയുടെ അച്ഛനോട് എന്ന് പറഞ്ഞു. വർഷയുടെ അച്ഛൻ പറഞ്ഞു, നിനക്ക് കിട്ടിയ നല്ലൊരു ചാൻസാ, നീ ഒരു കാര്യം ചെയ്യുക, കിട്ടിയ ചാൻസ് അങ്ങോട്ട് വിനിയോഗിക്കാൻ പറയണേ. എങ്ങനെ? അതിനാണോ? നീ ഒരു കാര്യം ചെയ്യുക, ശങ്കരനോട് ഇന്ന് കാര്യങ്ങളൊക്കെ പറ. അവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന്. വിക്രം കാരണം. വിക്രമാണ് ദീപ്തിയെയും വരുണിനെയും തമ്മിൽ അടുപ്പിച്ചേ. കുടുംബം വീണ്ടും താർക്കാൻ നോക്കുന്ന അവനാന്ന് പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞോളാൻ പറയാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോൾ ശ്രീകാന്തിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ശ്രീകാന്ത് ശങ്കരനാരായണൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശങ്കരനാരായണൻ ആദ്യമൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. പിന്നീട് വരുണും വിക്രവും കൂടെ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണന് ബോധ്യപ്പെട്ടു. കാരണം എന്താ സംസാരിക്കണം നടത്തില്ല, ദൂരെ നിന്ന് മാറിയില്ലേ വീഡിയോ പിടിക്കുന്നത്. അപ്പം അടുപ്പമുള്ള രണ്ടുപേര് സംസാരിച്ചിരിക്കുന്ന പോലെയാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് അച്ഛന് വിശ്വാസം വന്നില്ലല്ലോ, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ശങ്കരനാരായണന് ഭയങ്കര ടെൻഷനായിപ്പോയി. തൻ്റെ മോളുടെ ജീവിതം, മൂത്തവളുടെ ജീവിതം അവൻ നശിപ്പിച്ചു, ഇനി രണ്ടാമത്തവളുടെ ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് അവൻ കൂട്ടു നിൽക്കുമെന്നൊരു ചിന്ത ശങ്കരനാരായണൻ്റെ മനസ്സിൽ വന്നു. പിന്നീട് വേദ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് വേദയെ വിളിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നൊക്കെ പറയണം. അങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ട് വേദയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ജീവിതം അവൻ കൊണ്ടേ നശിപ്പിച്ചു, ഇനി എൻ്റെ രണ്ടാമത്തെ മോളുടെ കൂടെ ജീവിതം നശിപ്പിക്കാൻ അവൻ്റെ ഉദ്ദേശമെങ്കിലും ഉണ്ടല്ലോ, അത് ഒരിക്കലും നടക്കില്ല, ഈ ജന്മത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേദയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല.
വേദ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അവനും ആ വരുണും തമ്മിലുള്ള കൂട്ടുകെട്ട് എനിക്കറിയാം, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ട് തന്നെയാണ്. പക്ഷേ ഒരു കാരണവശാലും വരുണും ദീപ്തിയും നമ്മളുടെ വിവാഹം നടക്കാനായിട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, ആ വിക്രത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞാക്കാൻ പറ. ഇനി ഒരു കാരണവശാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് പോയി. വേദയ്ക്ക് കേട്ടതുപോലും വിശ്വസിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ വേദ ധർമ്മസങ്കടത്തിലേക്ക് വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.